ചാലക്കുടി പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിലൂടെ നടന്നു പോകുകയായിരുന്ന 4 പേർക്ക് അപകടം സംഭവിച്ചതായി ലോക്കോ പൈലറ്റിന്റെ മൊഴി ശരിവെച്ച പോലീസ് കണ്ടെത്തൽ. 4 സംഘം സ്വർണം ഇടപാടിന് എത്തിയതാണെന്നാണ് വിവരം. മുക്കുപണ്ടം കാണിച്ച് പണം തട്ടിയെടുത്ത 4 സംഘം ഓടി രക്ഷപ്പെട്ടെന്നാണ് പരാതിക്കാർ പോലീസിന് മൊഴി നൽകിയത്. 7 ലക്ഷം രൂപയുടെ സ്വർണം ഇടപാടിനാണ് സംഘം എത്തിയത്. എന്നാൽ സ്വർണം നൽകണമെങ്കിൽ ആദ്യം അഡ്വാൻസ് നൽകണമെന്ന വന്നവർ നിലപാടെടുത്തു. റെയിൽവേ ട്രാക്കിലായിരുന്നു സംഘം ഉണ്ടായിരുന്നത്. പണം ലഭിച്ച ഉടനെ ഇവർ മുക്കുപണ്ടം കൈമാറുകയായിരുന്നു. എന്നാൽ സ്വർണം വാങ്ങാൻ എത്തിയവർ കൂടെയുണ്ടായിരുന്ന സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് സ്വർണം പരിശോധിപ്പിക്കുകയും പിടിക്കപ്പെടുമെന്ന് മനസ്സിലായതോടെ ഈ സംഘം 4 ലക്ഷം രൂപയുടെ ബാഗുമായി ട്രാക്കിലൂടെ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴേക്കും ട്രെയിൻ ഈ ട്രാക്കിലൂടെ വരികയും ട്രെയിൻ അടുത്തെത്തിയപ്പോൾ ഇവർ പുഴയിലേക്ക് ചാടുകയായിരുന്നു. എന്നാൽ പുഴയിലേക്കാണോ തിട്ടയിലേക്കാണോ ഇവർ വീണതെന്ന് വ്യക്തമല്ല. കോഴിക്കോട് സ്വദേശിയുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിയാണ് ഇവർ ചാലക്കുടിയിലെത്തിയതും. എന്നാൽ ഈ 4 സംഘത്തെ പണം നഷ്ടപ്പെട്ടവർക്ക് അറിയില്ലെന്നുമാണ് പോലീസിന് ലഭിച്ച മൊഴി. അതിനിടയിൽ തിങ്കളാഴ്ച പുലർച്ചെ 3:30 റെയിൽവേ ട്രാക്ക് വഴി മുരിങ്ങൂരിലെത്തിയ ഒരു സംഘം അവിടെ നിന്നും ഓട്ടോ പിടിച്ച് കൊരട്ടിക്ക് പോയതായി ഓട്ടോറിക്ഷ ഡ്രൈവർ മൊഴി നൽകിയിട്ടുണ്ട്. കൊരട്ടിയിൽ നിന്ന് മറ്റൊരു ഓട്ടോറിക്ഷയിൽ കയറിയ സംഘം അങ്കമാലി ഭാഗത്തേക്കാണ് രക്ഷപ്പെട്ടത്. പോലീസ് അന്വേഷണം അങ്കമാലി ഭാഗത്തേക്ക് വ്യാപിപ്പിച്ചു. സംഘത്തിലുണ്ടായിരുന്ന 2 പേർക്ക് പരിക്കുണ്ടെന്ന സംശയവും ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞായറാഴ്ച രാത്രി 1 മണിയോടെ ചാലക്കുടി പാലത്തിലൂടെ കടന്നുപോയ ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനിലാണ് ലോക്കോ പൈലറ്റാണ് 4 പേർ പുഴയിൽ വീണതായുള്ള വിവരം പോലീസിന് കൈമാറിയത്. പോലീസും ഫയർഫോഴ്സും നടത്തിയ തിരച്ചിലിൽ യാതൊന്നും കണ്ടെത്താനായില്ല. ട്രാക്കിലോ സമീപത്തോ ട്രെയിൻ തട്ടിയെന്ന് പറയുന്ന ആളെ കണ്ടെത്താനായില്ല. ലോക്കോ പൈലറ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ട്രെയിൻ തട്ടിയെന്ന് പറഞ്ഞയാൾ ഉൾപ്പെടെയുള്ള 4 പേരും പുഴയിൽ വീണിട്ടുണ്ടാകാമെന്ന സംശയത്തിലാണ് തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇതുവരെ യാതൊരു തെളിവും ലഭിച്ചിട്ടില്ല. ഫയർഫോഴ്സും പുഴയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട്. 4 പേർ പുഴയിൽ വീണെന്ന ലോക്കോ പൈലറ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തിരച്ചിൽ നടക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു.